സൂര്യചന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന കാർഡ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണ്. നിങ്ങളുടെ കരിയറിന്റെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്നാണ് ആദ്യത്തെ കാർഡ്. രണ്ടാമത്തെ കാർഡ് നിങ്ങൾ എന്ത് ആക്ഷൻ ആണ് എടുക്കേണ്ടതെന്നും മൂന്നാമത്തെ കാർഡ് യൂണിവേഴ്സിന്റെ മെസ്സേജ് എന്താണെന്നുമാണ്. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് മജീഷ്യൻ എന്ന് പറഞ്ഞ കാർഡാണ്. ഇതൊരു മാനിഫെസ്റ്റേഷന്റെ കാർഡാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് 3 ഓഫ് സ്വാർഡ്സ് ആണ്. മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ആദ്യത്തെ കാർഡ് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ കരിയർ, നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് പ്ലാൻ ചെയ്യണമെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നടപ്പിലാക്കാനുള്ള എല്ലാ റിസോഴ്സും, അതായത് അതിന് വേണ്ട പണം, ഗൈഡൻസ്, അങ്ങനെ അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റിലുണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് നിങ്ങളുടെ കഴിവ് വെച്ച് അത് ഉപയോഗിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ജോലി, ബിസിനസ്, വിദ്യാഭ്യാസം സംബന്ധിച്ച് നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ രണ്ടാമത്തെ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾ, ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ആവാം, ലൈഫ് പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ ലവർ ആവാം, ഒക്കെ ഒരു തടസ്സമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് ചെയ്യുന്നത് ശരിയല്ല, ഇതൊരു അത്ര നല്ല ജോലിയല്ല, അല്ലെങ്കിൽ ഇത് അത്ര നല്ല ബിസിനസ് അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു തടസ്സമായിട്ട് വന്നിട്ടുണ്ടാവും. അത് നിങ്ങളെ ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ ആ ഒരു മാനസിക വിഷമം അല്ലെങ്കിൽ അവരുടെ ആ ഒരു തടസ്സം എന്ന് പറയുന്നത് താൽക്കാലികമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യവുമായി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് കാർഡ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞ കാർഡ് പറയുന്നത് നിങ്ങളുടെ കഠിനാധ്വാനം, നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനം, അല്ലെങ്കിൽ കരിയർ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, അത് കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ആക്കി മാറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജോലിയൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു അപ്രന്റീസ്ഷിപ്പ് ഒക്കെ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങളൊരു മാസ്റ്ററായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഒരു ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ ലെവലിൽ തുടങ്ങിയിട്ടുള്ള ബിസിനസ്, ചിലപ്പോൾ ഹോം ബിസിനസ് ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ലെവലിൽ തുടങ്ങിയിട്ടുള്ള ബിസിനസ്സൊക്കെ ആണെങ്കിൽ അതൊരു ഓതറൈസ്ഡ് ലെവലിലോട്ട് മാറും എന്നാണ് അവസാനത്തെ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നിന്ന് നിങ്ങൾ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വളരും എന്നാണ് പറയുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ധനസമ്പാദനത്തിന് കഴിയും എന്നും പറയുന്നു. ഇവിടെ ഇന്നത്തെ കാർഡ് റീഡിംഗ് പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.